ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇലക്ട്രോണിക്സിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഓണമൊക്കെ ഇങ്ങ് എത്താറായില്ലേ? ഓണത്തോടനുബന്ധിച്ച് നമുക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ സ്റ്റോക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് സ്റ്റോക്ക് വന്നിരിക്കുന്ന കുറേ ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങാനായിട്ട് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാം. നമ്മുടെ ഷോപ്പിൻ്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, പാല, കോട്ടയം ജില്ലയാണ്. ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലായിൽ കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ പ്രോഡക്റ്റ് അയച്ചു തരുന്നതായിരിക്കും. ലാൻഡ് ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് വന്ന പ്രോഡക്റ്റ്സ് ഒക്കെ കാണാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫിലിപ്സിൻ്റെ റേഡിയോ ഒരു 4 മോഡൽ ഇന്ന് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുത് വലുത് അങ്ങനെ പല മോഡലാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ബേസ് മോഡൽ തന്നെ കാണാം. ഫിലിപ്സിൻ്റെ റേഡിയോ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രോഡക്റ്റ് വരുന്നതനുസരിച്ച് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് പല വീഡിയോയിലും ഇത് ആവർത്തിച്ച് കാണിക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഫിലിപ്സിൻ്റെ ബേസ് മോഡൽ. ഇതിൻ്റെ MRP വരുന്നത് 1399. ഇത് 2 ബാൻഡ് റേഡിയോ ആണ്, FM ആൻഡ് മീഡിയം വേവ്. ഇപ്പോൾ 2 ബാറ്ററിയുടെ റേഡിയോ ആണ്. നമുക്ക് അഡാപ്റ്റർ വേണമെങ്കിൽ എക്സ്ട്രാ യൂസ് ചെയ്യണം. 3 വോൾട്ടിൻ്റെ അഡാപ്റ്റർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വലിയ ബാറ്ററി 2 ഉപയോഗിച്ച് നമുക്കിത് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസ് മോഡൽ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടിയ മോഡലാണ് ഈ വരുന്നത്. ഇതിന് 1499 രൂപയാണ് MRP. ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. നമുക്ക് ഈ പിക്ചറിൽ കാണുന്ന ഇതേ പ്രോഡക്റ്റ് തന്നെയാണ് പാക്കിനകത്തുമുള്ളത്. ഇത് 3 ബാൻഡിൻ്റെ റേഡിയോ ആണ്, FM, മീഡിയം, ഷോർട്ട് വേവ്, അങ്ങനെ 3 ബാൻഡിൻ്റെ റേഡിയോ ആണ്. 2 ബാറ്ററിയാണ് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 3 വോൾട്ടിൻ്റെ എലിമിനേറ്റർ യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് റേഡിയോയുടെ കൂടെ ബാറ്ററി എലിമിനേറ്റർ ഒന്നുമില്ല കേട്ടോ, അതൊക്കെ നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കേണ്ടതാണ്. അപ്പോൾ റേഡിയോയുടെ കൂടെ എന്ന് പറഞ്ഞാൽ റേഡിയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫിലിപ്സിൻ്റെ റേഡിയോയ്ക്കെല്ലാം 6 മാസത്തെ വാറണ്ടിയാണ് കമ്പനി തരുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മോഡൽ. പിന്നെ ഇതിൻ്റെ തന്നെ ഏകദേശം അതുപോലെയൊക്കെ കാഴ്ചയിലിരിക്കും, പക്ഷേ കളർ വ്യത്യാസമുണ്ട്. അതിൻ്റെ കൂടിയ മോഡലാണ്. അപ്പോൾ ഈ ഒരു മോഡലിന് വരുന്നത് ഇത് 3 ബാൻഡ് റേഡിയോ ആണ്, FM, മീഡിയം, ഷോർട്ട് വേവ്. അപ്പോൾ ഇതിന് ഒരു പ്രത്യേകതയുള്ളത്, ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് റീചാർജബിൾ ബാറ്ററി ഉണ്ട്. അപ്പോൾ നമ്മൾ കറണ്ടിൽ കുത്തി വർക്ക് ചെയ്യുന്ന സമയത്ത് ഇൻറ്റേർണൽ ബാറ്ററി ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആയിക്കോളും. അപ്പോൾ നമുക്ക് കറണ്ട് പോകുമ്പം ഇൻറ്റേർണൽ ബാറ്ററിയിൽ നമുക്കിത് വർക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ അത് മാറ്റിയിടാനായിട്ട് തന്നെ ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞ് നമുക്ക് ആ സ്വിച്ച് മാറ്റിയിട്ട് ഇത് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഇത് നമുക്ക് നേരിട്ട് കറണ്ടിൽ കൊടുക്കാം. AC കോഡും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ബാക്കി ഒരു മോഡലിനും AC കോഡ് അല്ല, അഡാപ്റ്ററാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു റേഡിയോ ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒന്നും വാങ്ങേണ്ടതില്ല, എല്ലാം ഇതിനകത്തുണ്ട്. ഇതിൻ്റെ MRP വരുന്നത് 2099 രൂപ. ഇനി ഫിലിപ്സിൻ്റെ ഇതാണ് ഏറ്റവും വലിയ മോഡൽ വരുന്നത്. 4 ബാൻഡിൻ്റെ റേഡിയോ ആണ്, മീഡിയം, FM, SW1, SW2, അങ്ങനെ 4 ബാൻഡിൻ്റെ റേഡിയോ ആണ് വരുന്നത്. ഇതിൻ്റെ MRP വരുന്നത് 2199. ഇത് 3 ബാറ്ററി ഇട്ടാണ് യൂസ് ചെയ്യേണ്ടത്. 4.5 വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഇതിന് ഉപയോഗിക്കാം. അപ്പോൾ റേഡിയോയുടെ അഡാപ്റ്റേഴ്സ് നമുക്കിവിടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഫോണിൽ വിളിച്ച് ഒരുപാട് പേര് പ്രോഡക്റ്റ് അയച്ചു കൊടുക്കാൻ പറഞ്ഞ് വാങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ബാറ്ററിയോ ചാർജറോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ അയച്ചും തരുന്നതായിരിക്കും. പിന്നെ വന്നിരിക്കുന്നത് ഫിലിപ്സിൻ്റെ ട്രിമ്മേഴ്സ് ഒരു 4 മോഡൽ വന്നിട്ടുണ്ട്. ഇതാണ് ഫിലിപ്സിൻ്റെ ബേസ് മോഡൽ ട്രിമ്മർ. ഇതിൻ്റെ MRP വരുന്നത് 995. അപ്പോൾ ട്രിമ്മറിനെല്ലാം 2 വർഷത്തെ വാറണ്ടിയാണ് കമ്പനി തരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 3 കോമ്പും കൂടെ ആ സൈഡ് നമുക്ക് മാറ്റിയിടാവുന്ന 3 കോമ്പാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി 3 കോമ്പ് ഇതിൻ്റെ കൂടെ ഉണ്ട്. USB കേബിളുണ്ട്. അപ്പോൾ ഈ ട്രിമ്മറിനെല്ലാം 2 വർഷത്തെ വാറണ്ടിയാണ് കമ്പനി തരുന്നത്. ഇത് അതിൻ്റെ കൂടിയ മോഡൽ. ഇതിൻ്റെ MRP വരുന്നത് 1295 രൂപ. അപ്പോൾ ഇതിനൊരു റൺ ടൈം പറയുന്നത് ഒരു അപ് ടു 6 വീക്സ് ഒക്കെയാണ് പറയുന്നത്. ഇതിന് 3 വീക്സ് ആണ് റൺ ടൈം പറയുന്നത്, ഇതിന് 6 വീക്സ് പറയുന്നുണ്ട്. അപ്പം 3 തരത്തിൽ 3 വലിപ്പത്തിലുള്ള കോമ്പാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. പിന്നെ വരുന്നത് ഇതാ ഈ ഒരു മോഡൽ. ഇതിന് നമുക്ക് 20 ലെങ്ത് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതായത് നമ്മൾ ഇതിൻ്റെ കോമ്പ് മാറ്റിയിടണ്ട, ഒറ്റ കോമ്പ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു റൊട്ടേറ്റിംഗ് സ്വിച്ച് ഉണ്ട്, അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വേറെ എക്സ്ട്രാ കോമ്പൊന്നുമില്ല, ഒറ്റ കോമ്പേ തന്നെയാണ് മൊത്തം സെറ്റിങ്സും വരുന്നത്. അത് 20 ലെങ്ത് സെറ്റിങ്സ്, അതായത് 0.4 തൊട്ട് 10 mm വരെ ഡിഫറൻസിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ MRP വരുന്നത് 2099 രൂപ.
പിന്നെ ഈ വന്നിരിക്കുന്ന മോഡൽ ഇതിൻ്റെ ആണെങ്കിൽ 10 സെറ്റിങ്സ് ആണ് വരുന്നത്. ഇത് 20 ആണ്, ഇത് 10 സെറ്റിങ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റൺ ടൈം പറയുന്നത് 60 മിനിറ്റ്, 1 hour ആണ് റൺ ടൈം പറയുന്നത്. ഇതിനും 60 മിനിറ്റ് ആണ് റൺ ടൈം പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ MRP വരുന്നത് 1599. പിന്നെ ഇത് വേറൊരു മോഡൽ. ഇതിനുണ്ടല്ലോ 7 in 1, അതായത് ഇതിൻ്റെ കൂടെ 7 കോംബ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ കൂടെ. അതുപോലെ തന്നെ 9 ലെങ്ത് സെറ്റിങ്സ് ആണ് പറയുന്നത്, 60 മിനിറ്റ് റൺ ടൈം. ഇത്രയാണ് ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ MRP വരുന്നത് 1945 രൂപ. അപ്പോൾ 5 ടൈപ്പാണ് ഇന്ന് ട്രിമ്മറുകൾ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് പിന്നെ വന്നിരിക്കുന്നത് ഐബെല്ലിൻ്റെ ന്യൂട്രിമാക്സ് ആണ്. ഇതും നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. 5 ജാറാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പർപ്പസിൽ വന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതിനകത്ത് 5 ജാർ എന്ന് പറയുമ്പം ഒരെണ്ണം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനുള്ള ജാറ്, പിന്നെ ഒരെണ്ണം മസാല പൊടിക്കാനുള്ള, അങ്ങനെ 2 ജാറുകൾ. പിന്നെ 3 എണ്ണം എന്ന് പറയുന്നത് നമുക്കിത് ഫ്രിഡ്ജിൽ ജ്യൂസ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടി ഒരെണ്ണം, നമുക്ക് കുടിക്കാനായിട്ട് ഗ്ലാസ് അല്ലെ മഗ് പോലെ യൂസ് ചെയ്യാൻ ഒരെണ്ണം, പിന്നെ വെറുതെ മൂടി അടച്ചു വെക്കാനായിട്ട്, അങ്ങനെ പല തരത്തിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള 5 ജാറാണ് ഈ ഒരു പ്രോഡക്റ്റിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിന് 2 സ്പീഡാണ്, ഹൈ സ്പീഡും ലോ സ്പീഡും, അങ്ങനെ 2 സ്പീഡാണ് വരുന്നത്. ഇതിൻ്റെ പവർ വരുന്നത് 600 വാട്ടാണ്. RPM 24,000 RPM, 2 സ്പീഡിൽ വരുന്നു. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ MRP വരുന്നത് 5499. അപ്പോൾ നമുക്കിത് ഡിസ്കൗണ്ടൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ പ്രോഡക്റ്റിൻ്റെ വിലയും അല്ലെങ്കിൽ എന്തെങ്കിലും വേണം എന്നൊക്കെ ഇത് അയച്ചു തരണം എന്നൊക്കെ ഉള്ളവർ നമ്മളെ വിളിച്ചാൽ മതി. അപ്പോൾ നമ്മൾ റേറ്റൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത് സാധാരണ ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവരൊക്കെ ഇത് വാങ്ങിക്കാറുണ്ട്. ജോലിക്കാരൊക്കെ ഹോസ്റ്റലിൽ നിൽക്കുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ജെൻസ് ആണെങ്കിലും ലേഡീസ് ആണെങ്കിലും ജ്യൂസ് അടിച്ച് കുടിക്കേണ്ടവർക്കൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമുക്ക് പുതിയൊരു പ്രോഡക്റ്റ് ഓണത്തോടനുബന്ധിച്ച് ഐബെല്ലിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയൊരു പ്രോഡക്റ്റാണ് ഇനി കാണിക്കുന്നത്. ഇതൊരു എയർ ഫ്രയർ ആണ്. അപ്പോൾ നിങ്ങളൊക്കെ എയർ ഫ്രയർ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആണ് ഈ ഒരു പ്രോഡക്റ്റ്. ഈ ഒരു ഷേപ്പിലുള്ള എയർ ഫ്രയർ അല്ലല്ലോ നമ്മൾ ഇത്രയും നാളും കണ്ടിരിക്കുന്നത്, അത് വേറൊരു സ്ക്വയർ ഷേപ്പിലല്ലേ വരുന്നത്. അപ്പോൾ ഇത് ഐബെല്ല് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന എയർ ഫ്രയർ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ വാട്ട്സ് വരുന്ന 1600 വാട്ട്സ് ആണ്. 5 ലിറ്റർ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇതിൻ്റെ ഒരു MRP ഇവർ കൊടുത്തിരിക്കുന്നത് 7790 രൂപയാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്നുമൊക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇതിൻ്റെ പവർ കോഡ് വരുന്നത് 3 പിൻ കോഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് എല്ലാം ഇവിടെയാണ് ഇതിൻ്റെ സെറ്റിങ്സ് വരുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ LED ഡിജിറ്റ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ട്, റിസർവ്, ഇച്ചിരി സൂം ചെയ്തിട്ടുണ്ടോ? പിന്നെ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാം നമ്മൾ ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാം ടച്ച് ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. എല്ലാം അവത്തേൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാം കറക്റ്റായിട്ട് നോക്കി ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പാത്രത്തിന് വ്യത്യാസമുണ്ട്. സാധാരണ നമ്മൾ എല്ലാ പ്രോഡക്റ്റും എയർ ഫ്രയർ വന്നിരിക്കുന്ന സ്ക്വയർ ടൈപ്പിലാണ്. പക്ഷേ ഇത് കണ്ടോ, ഇത് നമ്മളൊരു നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ചരുവം പോലത്തെ ഒരു പാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹാൻഡിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇറക്കി വെച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ബേസാണ്. ഇത് നമ്മൾ എന്തെങ്കിലും ബേക്ക് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ മുകളിലാണ് ബേക്ക് ചെയ്യാനുള്ള പ്രോഡക്റ്റ് വെക്കുന്നത്. അപ്പോൾ സാധാരണ നമുക്ക് ഇതിനകത്തേക്ക് എയർ ഫ്രയർ ചെയ്യേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഉണ്ടാക്കാനായിട്ട് പറ്റും. നിങ്ങൾക്കറിയാലോ, എയർ ഫ്രയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓയിൽ വളരെ കുറച്ച് മതി. ഹെൽത്തി ആയിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യാനുമൊക്കെ വളരെ നല്ലതാണ്. ഓയിൽ വളരെ കുറച്ച് മതി. അപ്പോൾ ഓയിൽ ഉപയോഗിക്കാൻ പേടിയുള്ളവർക്കൊക്കെ ഇത്തരം എയർ ഫ്രയേഴ്സ് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമുക്ക് സാധാരണ പോലെ ഓയിൽ, ഒരല്പം ഓയിൽ, 1 സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ ഓയിൽ വെറുതെ ബ്രഷ് ചെയ്തേച്ച് നമുക്ക് യൂസ് ചെയ്യാം. പ്രോഡക്റ്റ് അതിൽ വെക്കുക. ഇത് നമ്മൾ ഇങ്ങനെ അടയ്ക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ ടെമ്പറേച്ചറും ടൈമും സെറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ മറ്റേതിനേക്കാളും ഷേപ്പിനൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നുണ്ട്. 1 ഇയർ വാറണ്ടി ഉള്ള പ്രോഡക്റ്റാണ്.
അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് നമ്മളിത് കുക്ക് ചെയ്യേണ്ടത്, എങ്ങനെ ടെമ്പറേച്ചർ ക്രമീകരിക്കാം, എല്ലാം നമുക്ക് ഈ ബുക്ക്ലെറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കൂടുതലായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന രീതിയിലൊന്നും ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഫംഗ്ഷനൊന്നും അല്ല. ഇൻഡക്ഷൻ കുക്കറൊക്കെ യൂസ് ചെയ്യുന്ന അതേ സെയിം ഓപ്ഷൻസ് ഒക്കെയാണ് ഇതിനകത്തും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഷോപ്പിൽ വന്ന് വാങ്ങാം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് അയച്ചും തരുന്നതായിരിക്കും. പിന്നെ വന്നിരിക്കുന്നത് ക്രോംപ്ടൻ്റെ പ്രോഡക്റ്റാണ്. ഇത് ക്രോംപ്ടൻ്റെ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ്. ഇത് നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ പേരൊക്കെ ഓൺലൈനിൽ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്തു, നമ്മൾ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഡക്ഷൻ കുക്കർ പോലെ നമുക്ക് തോന്നും, പക്ഷേ ഇതിൽ നമുക്ക് എല്ലാ പാത്രങ്ങളും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. താഴ്വശം പരന്നിരിക്കുന്ന എല്ലാ പാത്രങ്ങളും നമുക്ക് ഈ ഒരു ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഗ്ലാസ് ടോപ്പാണ്, പൊട്ടുകയൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് വരുന്നത് കോയിലാണ്. ആ കോയിൽ ചൂടായാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇൻഫ്രാറെഡ് എന്ന് കണ്ടിട്ട് ഇനി ഇതിൽ നിന്ന് ഇൻഫ്രാറെഡ് രശ്മികളാണ് വരുന്നത്, അത് നമ്മുടെ ആരോഗ്യത്തിന് ബാധിക്കുകയല്ലേ, അതൊക്കെ ഓരോരുത്തരൊക്കെ ഡൗട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. അത് അവരൊരു പേര് കൊടുത്തിരിക്കുന്നു, ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ് എന്നൊരു പേര് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഇതിനകത്ത് കോയിലാണ് വരുന്നത്. അപ്പോൾ കോയിൽ ചൂടാകുമ്പം ഈ ഗ്ലാസിൻ്റെ ഇവിടെ ഒരു റെഡ് നിറത്തിൽ വരും, അല്ലാതെ വേറെ ഇൻഫ്രാറെഡ് ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് പറയാനുള്ളത്, ഒരു ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കാനുള്ള, നമുക്ക് ഗ്രില്ല് ചെയ്യാനും പറ്റും ഈ ഒരു ഇതിൽ വെച്ച്. അതായത് നമുക്ക് ഇതിൻ്റെ കൂടെ അങ്ങനത്തെ ഒരു ഗ്രില്ല് ചെയ്യാനുള്ള ഒരു സംഗതിയും കൂടെ വരുന്നുണ്ട്. ഇതാണ് അതിനെ ഗ്രില്ല് ചെയ്യാനുള്ള സംഭവം. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ സംഭവം കൂടെ ഒന്ന് ഇതിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഈ സംഭവം ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് പവർ പ്ലഗ് ആണ് വരുന്നത് കേട്ടോ. 16 ആംപിയർ പവർ പ്ലഗ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇങ്ങനെ ആണ് ഈ സംഭവം ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ടച്ച് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു നോബുണ്ട്, നമുക്ക് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോബ് തിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടൈമറുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് മൺപാത്രം വരെ ഈ ഒരു പ്രോഡക്റ്റിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതിൻ്റെ ബേസ് പരന്നതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബേസ് പരന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മെഷർമെൻ്റൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഒരു 17 സെൻറ്റിമീറ്റർ തൊട്ട് 22 സെൻറ്റിമീറ്റർ വരെ അങ്ങനെ ഒരു മെഷർമെൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും വിട്ടുള്ള പാത്രങ്ങൾ നമുക്കിതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, 12 to 20 സെൻറ്റിമീറ്റർ, 12 തൊട്ട് 20 സെൻറ്റിമീറ്റർ വരെ അടിഭാഗം പരന്ന പാത്രങ്ങൾ നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ അലുമിനിയം ആയിക്കോട്ടെ, സ്റ്റീലായിക്കോട്ടെ, മൺപാത്രം ആയിക്കോട്ടെ, ഏതായാലും കുഴപ്പമില്ല, നമുക്കെല്ലാം ഇവിടത്തേൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതാണ് അതിൻ്റെ ഗ്രില്ല് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇത്തയിലേക്ക് ഇങ്ങനെ വയ്ക്കാം, എന്നിട്ട് ഗ്രില്ല് ചെയ്യാം. ഇനി ഇവത്തെ കോർത്ത് വെക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. ഇതെല്ലാം ഈ ഒരു സംഭവത്തിൽ നടക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ വാട്ട്സ് വരുന്നത് 2000 വാട്ട്സാണ്. അതോടൊപ്പം തന്നെ ഇത് സർജ് പ്രൊട്ടക്ഷനുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ്. അതായത് ഒരു 4000 വോൾട്ട് വരെ ഇലക്ട്രിസിറ്റി വന്നു കഴിഞ്ഞാലും ഈ പ്രോഡക്റ്റിന് കംപ്ലൈൻറ്റ് വരില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പം സർജ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ MRP വരുന്നത് 6990 രൂപയാണ് MRP കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് വിൽക്കുന്നത്. പ്രത്യേകിച്ചും ഓണമൊക്കെ ആയതുകൊണ്ട് എല്ലാ പ്രോഡക്റ്റിനും നല്ല ഡിസ്കൗണ്ട് ഉണ്ട്, ഓഫറുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പറ്റുന്നവർ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക, വിസിറ്റ് ചെയ്യാൻ പറ്റാത്തവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ഇനി നമ്മൾ വേറൊരു പ്രോഡക്റ്റും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓണത്തോടനുബന്ധിച്ച് പുതിയ സ്റ്റോക്ക് എടുത്തിരിക്കുന്നതാണ്. ഇത് ക്രോംപ്ടൻ്റെ തന്നെ ഫ്രഷ് മിക്സ് അൾട്രാ ജ്യൂസർ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇനി ഞാനിത് ഓപ്പൺ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ തന്നെയാണ് ഈ പ്രോഡക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു 1 ലിറ്ററിൻ്റെ ഒരു മഗ്ഗും കൂടെ കിട്ടുന്നുണ്ട്, നമുക്ക് ജ്യൂസ് കളക്ട് ചെയ്യാൻ വേണ്ടി. അതായത് നമ്മൾ ആദ്യം കാണിച്ച
ഈ ഒരു ന്യൂട്രി മിക്സും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഇതിലാണെങ്കിലും മിക്സിയിലാണെങ്കിലും നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് അരഞ്ഞ് നമ്മളെല്ലാം കൂടെ അരച്ച് കുടിക്കുകയാണ്. ആ ഒരു രീതിയിലാണ് ജ്യൂസ് കുടിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് വെജിറ്റബിൾ ഇടണമെങ്കിൽ അതിനൊരു പോർഷനുണ്ട്, ഫ്രൂട്ട്സ് ആണ് ഇടണമെങ്കിൽ അതിന് ഒരു പോർഷനുണ്ട്. അപ്പോൾ നമ്മൾ ജ്യൂസ് അടിക്കുമ്പം ഇതിന് നമ്മൾ അതായത് നമ്മൾ വെജിറ്റബിൾ ആണെങ്കിലും ഫ്രൂട്ട് ആണെങ്കിലും അരിഞ്ഞിട്ട് പിഴിഞ്ഞെടുക്കുന്ന പോലെയാണ് നമുക്ക് ഇതിൽ നിന്നും ജ്യൂസ് കിട്ടുന്നത്. അതായത് അതിൻ്റെ സത്ത് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ആ ജ്യൂസാണ് നമുക്ക് ഈ ഒരു മഗ്ഗിൽ കൂടെ കിട്ടുന്നത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്, നമ്മളെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് അരച്ചെടുത്ത് നമ്മൾ സെർവ് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സത്ത് മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ MRP വരുന്നത് 5500 രൂപയാണ്. ഇതിൻ്റെ പവർ വരുന്ന 500 വാട്ട്സ്, വാറണ്ടി വരുന്നത് 2 ഇയർ. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് ഇന്ന് നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും പ്രോഡക്റ്റ്സ് വാങ്ങണമെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്